Hi dear students, let's talk history. So നമ്മൾ ആർക്കിയോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളിലെ 3 പാർട്ടുകൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സെക്കൻഡ് മൊഡ്യൂൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മളപ്പം റിസർച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ആർക്കിയോളജിയിലെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ മെത്തേഡ്, എക്സ്പ്ലോറേഷൻ മെത്തേഡ്, അങ്ങനെ 2-3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഡേറ്റിംഗ് മെത്തേഡ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡേറ്റിംഗ് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഒക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ആദ്യം തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡേറ്റിംഗ് മെത്തേഡ്. ഡേറ്റിംഗ് മെത്തേഡിൽ 2 ടൈപ്സ് ഓഫ് ഡേറ്റിംഗ് മെത്തേഡുകളുണ്ട്. ഈ ഡേറ്റിംഗ് മെത്തേഡുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡേറ്റിംഗ് മെത്തേഡുകൾ നമ്മൾ 2 ക്ലാസ്സുകളായിട്ടാണ് പഠിക്കുന്നത്. ഒരുപാട് അരമണിക്കൂറിൽ കൂടുതലൊക്കെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് പാർട്ടായിട്ട് പഠിക്കാം. സമയമില്ലെന്ന് വിചാരിക്കും, പക്ഷേ 2 ദിവസം നമുക്ക് സമയമുണ്ട്. നമുക്ക് വേഗം തന്നെ പഠിക്കാം. ഇന്ന് എക്സാം കഴിഞ്ഞ് വന്നിരിക്കുന്നവർ വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. എന്നാലേ ആർക്കിയോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോയാലോ. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ് ഓൺ ടൈമിൽ കിട്ടുകയും ആ വരുന്ന സമയത്ത് തന്നെ നമുക്കിത് പഠിച്ചു തുടങ്ങാനും പറ്റത്തുള്ളൂ. എൻ്റെ അടുത്ത് 2-3 സ്റ്റുഡൻസ് റിവ്യൂ പറഞ്ഞു. അതായത് ക്ലാസ്സിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് ക്ലാസ് വരുന്നുണ്ട്, ആ ക്ലാസ് വരുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന സമയത്ത് തന്നെ എപ്പോഴായാലും അതങ്ങ് ഓണാക്കി വെച്ചേക്കാം. അപ്പം പാത്രം കഴുകുകയാണേലും പഠിക്കുകയാണേലും ഇപ്പം എന്ത് ചെയ്യുകയാണേലും തുണി തേക്കുകയാണേലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നമ്മുടെ പഠനം കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഈ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് പോകാൻ. എന്ത് പണി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ പഠനം മനസ്സിലുണ്ടാവണം, കാരണം എക്സാം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഡേറ്റിംഗ് മെത്തേഡ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഡേറ്റിംഗ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് is to understand the human behavioral activities and cultural progress in a sequential order based on tangible and intangible evidences in a given socio-economic cultural context. നമുക്കറിയാം എന്താണ്, അതായത് നമ്മൾ ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കിയോളജിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ്? പാസ്റ്റ് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ചും പാസ്റ്റ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു സമൂഹത്തിൽ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, ദ ആർക്കിയോളജിക്കൽ ഡാറ്റ ഹാസ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി സീക്വൻഷ്യൽ കൾച്ചറൽ പ്രോസസ്. ഫോർ ദിസ് വേരിയസ് ഡേറ്റിംഗ് മെത്തേഡ്സ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ ദ ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. എന്താണ് പറയുന്നത്? ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഡാറ്റ, ഈ ആർക്കിയോളജിക്കലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പുരാവസ്തുവിനെ കുറിച്ചുള്ള ഡാറ്റ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ എന്താണ്, ക്രോണോളജിക്കൽ കാലഗണനയ്ക്കനുസരിച്ച് അതിനെ ആ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്, അവിടെ നിന്ന് എന്ത് മാറ്റമാണ് അടുത്ത ജനറേഷനിലേക്ക് വന്നപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഡേറ്റിംഗ് മെത്തേഡുകൾ ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഡേറ്റിംഗ് മെത്തേഡുകൾ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ടേമുകളാണ്, പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റിംഗ് മെത്തേഡ് ഇൻ ആർക്കിയോളജി. ആർക്കിയോളജിയിലെ ഡേറ്റിംഗ് മെത്തേഡുകൾ ഇമ്പോർട്ടൻസ് എന്താണ്? ഡേറ്റിംഗ് ഇൻ ആർക്കിയോളജി ഈസ് ക്രൂഷ്യൽ ഫോർ സെവറൽ റീസൺസ്. എന്താണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? പല കാരണങ്ങൾ കൊണ്ട് ഈ പുരാവസ്തു ഗവേഷണം അല്ലെങ്കിൽ ഡേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ക്രോണോളജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയും. ഇതിന് മലയാളത്തിൽ എന്താ പറയുക? കാലഗണന നിർണ്ണയിക്കൽ എന്നൊക്കെ പറയും. കാലഗണന നിർണ്ണയിക്കൽ. ഓക്കെ, ഡേറ്റിംഗ് അലൗസ് ആർക്കിയോളജിസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ആർട്ടിഫാക്ട്, സൈറ്റ്സ് ആൻഡ് കൾച്ചറൽ ഫിനോമിന. എന്താണ് ഈ ആർക്കിയോളജിക്കലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആർട്ടിഫാക്റ്റുകളുടെയും സൈറ്റുകളുടെയും ഒക്കെ എന്താണ് കാലഗണന തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൾച്ചറൽ ഫിനോമിന, സാംസ്കാരികമായിട്ട് സംഭവത്തിൻ്റെ ഒരു കാലഗണന നമുക്ക് തിട്ടപ്പെടുത്തുവാൻ സാധിക്കും. ദിസ് ക്രോണോളജി ഫ്രെയിംവർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾച്ചർ. എന്താണ് ആ ഒരു സംസ്കാരങ്ങളുടെ വികസനത്തെക്കുറിച്ചും മനുഷ്യ ചരിത്രത്തിലെ സംഭവങ്ങളുടെ ക്രമം മനസ്സിലാക്കുന്നതിനും നമുക്ക്
സാധിക്കുന്നത് ഏതിലൂടെയാണ്? ഡേറ്റിംഗ് മെത്തേഡിലൂടെയാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൾച്ചറൽ ചേഞ്ച്. എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൾച്ചറൽ ചേഞ്ച് തന്നെ? സാംസ്കാരിക മാറ്റത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയും. ഈ സാംസ്കാരിക മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ ഡേറ്റിംഗ് മെത്തേഡിലൂടെ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ്, അടുത്തത് എന്താണ്? കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സന്ദർഭോചിതമായ ധാരണ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും. സന്ദർഭോചിതമായ ധാരണ, അതായത് എന്താണ്? ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭത്തെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ആർട്ടിഫാക്റ്റുകളിലൂടെ അല്ലെങ്കിൽ ആ സൈറ്റുകളിലൂടെ, ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ, കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സന്ദർഭത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ദെൻ ക്രോസ് കൾച്ചറൽ കമ്പാരിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മലയാളത്തിലും ക്രോസ് കൾച്ചറൽ കമ്പാരിസൺ എന്ന് തന്നെയാണ് പറയുക. അതായത് ക്രോസ് കൾച്ചറൽ താരതമ്യങ്ങൾ എന്നൊക്കെ പറയും. കമ്പാരിസൺ തന്നെ പറയുന്നതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡേറ്റിംഗ് മെത്തേഡ്സ് എനേബിൾസ് ആർക്കിയോളജിസ്റ്റ് ടു കമ്പയർ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആൻഡ് റീജിയൻസ്. പല കൾച്ചറുകളും പല റീജിയനുകളെയും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യുവാൻ നമുക്ക് ഈ ഒരു ഡേറ്റിംഗ് മെത്തേഡിലൂടെ സാധിക്കും. അതായത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരം അല്ലേ, ഈ സിന്ധു നദിയുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ പല സൈറ്റുകളുണ്ട്. ഹാരപ്പയുണ്ട്, മോഹൻജദാരോ ഉണ്ട്, ലോത്താളുണ്ട്, കാലിബംഗാളുണ്ട്, പല സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളെയൊക്കെ ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഡേറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്ത് പഠിച്ചപ്പോഴാണ് ഇത് ഒരൊറ്റ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള സിറ്റികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് അല്ലേ. ഇതാണ് ക്രോസ് കൾച്ചറൽ കമ്പാരിസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന്. അടുത്തതാണ് ഡേറ്റിംഗ് ടെക്നിക്സ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഡേറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഡേറ്റിംഗ് ടെക്നിക്സ് അതായത് ഡേറ്റിംഗ് മെത്തേഡുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്നും രണ്ടാമത്തേത് ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്നും. ഇതിനെ മലയാളത്തിൽ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡിനെ ആപേക്ഷിക ഡേറ്റിംഗ് ടെക്നിക്കുകൾ എന്ന് പറയും, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയും. ആപേക്ഷിക ഡേറ്റിംഗ് ടെക്നിക്സ്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സിനെ സമ്പൂർണ്ണ ഡേറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്നും പറയും. അപ്പം റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ്സിൽ നമുക്കൊരു 8 എണ്ണമാണ്, 8 ഡേറ്റിംഗ് മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സിൽ 8 ഡേറ്റിംഗ് മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സും പഠിക്കും. മിസ് ഇത് ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. 2 ദിവസമായിട്ട് എൻ്റെ സിസ്റ്റം ഓൺ ആവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റാത്തത്. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ എനിക്കൊരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജെൻഡർ നിങ്ങൾ എങ്ങനെയും എഴുതും. അതിനകത്ത് കുറേ കമൻറ്റുകളൊക്കെ വന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ചും പുരുഷന്മാരെ അധിക്ഷേപിച്ചുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. ഞാനതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ആലോചിക്കുക, നമുക്ക് സ്ത്രീകളില്ലാതെയും പുരുഷന്മാർക്കും പുരുഷന്മാരില്ലാതെ സ്ത്രീകൾക്കും ജീവിക്കുവാൻ സാധിക്കില്ല. ഓക്കെ, അത് ഓർമ്മ വേണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ആക്രമിക്കുവാൻ. ഓക്കെ, അപ്പം റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ് മെത്തേഡുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രാറ്റിഗ്രാഫി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റിഗ്രാഫി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ സ്ട്രാറ്റിഗ്രാഫി, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റിഗ്രാഫിക് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ദെൻ ടൈപ്പോളജി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ പോളൻ അനാലിസിസ്, ജിയോ ക്രോണോളജി, ഫ്ലോറിൻ ടെസ്റ്റ്, നൈട്രജൻ ടെസ്റ്റ്, സീരിയേഷൻ, വേർബ്. ഇത്രയുമാണ് റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ്സിലെ ഡേറ്റിംഗ് മെത്തേഡുകൾ. ദെൻ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിലെ മെത്തേഡുകളാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. നമുക്കറിയാം C14 എന്നാണ് അതിൻ്റെ ഷോർട്ടായിട്ട് പറയുക, അല്ലെങ്കിൽ കെമിക്കൽ ഫോമാറ്റ്. തെർമോലുമിനിസെൻസ് TL, പൊട്ടാസ്യം ആഗ്രോൺ, ഡെൻഡ്രോക്രോണോളജി ഒക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ദെൻ ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ, ഫിഷൻ ട്രാക്ക്, ഇലക്ട്രോൺ സ്പിൻ റീസണൻസ്, യുറേനിയം സീരീസ്. സോറി, ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൈമുകൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വരത്തില്ല, നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അപ്പം നമ്മൾ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡുകളാണ് ആദ്യം പഠിക്കുന്നത്. ഈ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡുകൾ എന്ന് പറയുമ്പം ആദ്യത്തേത് ഏതാണ്? സ്ട്രാറ്റിഗ്രാഫി. ഓക്കെ, നമ്മളപ്പം ഏതാണ് നോക്കുന്നത്? ആദ്യം സ്ട്രാറ്റിഗ്രാഫി പഠിക്കാൻ പോവുകയാണ്. അപ്പം സ്ട്രാറ്റിഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ആശയം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, Stratigraphy is a branch of geology that deals with the study of rock layers. എന്താണ്? റോക്കിന്റെ ലെയേഴ്സ്, ശിലകളുടെ
ലെയേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ശിലയുടെ പാളികളെ കുറിച്ച് പഠിക്കുന്ന പഠനത്തെയാണ് സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്നത്. റോക്ക് ലെയേഴ്സിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. എവിടെ? ഈ ജിയോളജിയിലാണ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിലാണ് ഈ സ്ട്രാറ്റിഗ്രാഫിയെ കുറിച്ചുള്ള പഠനം നടത്തുന്നത്. സ്ട്രാറ്റിഗ്രാഫി ഈസ് എ ടേം യൂസ്ഡ് ബൈ ആർക്കിയോളജിസ്റ്റ്, ജിയോളജിസ്റ്റ് ആൻഡ് ദ like to refer to the layers of the earth that have built up over time. Stratification is defined by the depositing of strata or layers on one on top of the other, creating the ground we walk on today. എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അതിനെ ഞാൻ വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ സ്ട്രാറ്റിഗ്രാഫി എന്നത് പുരാവസ്തു ഗവേഷകരും ഭൗമശാസ്ത്രജ്ഞരും അതായത് ആർക്കിയോളജിസ്റ്റുകളും ജിയോളജിസ്റ്റുകളും മറ്റും ഉപയോഗിക്കുന്ന പദത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് ഇതെന്ന് പറയുന്നത് സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്നത്. കാലക്രമേണ ഭൂമിയുടെ പാളികളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുന്ന ടേമിനെ പിന്നീട് ഉപയോഗിച്ചത്. സ്ട്രാറ്റിഗ്രാഫിക്കേഷൻ നിർവചിക്കുന്നത് സ്ട്രാറ്റകളോ പാളികളോ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നിക്ഷേപിച്ച് ഇന്ന് നാം നടക്കുന്ന നിലം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ഭൂമിയുടെ ഇപ്പോഴത്തെ പ്രതലം ഉണ്ടല്ലോ, അത് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് സെഡിമെന്റ്സും സ്ട്രാറ്റാസും ഒക്കെ വന്നാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന പ്രതലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, it involves observing the vertical arrangement of different layers, their composition and any associated artifacts or fossils. എന്താണ്? വ്യത്യസ്ത പാളികളുടെ ലംബമായ ക്രമീകരണം നിരീക്ഷിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. അതായത് വെർട്ടിക്കൽ എന്താണ്? ഉള്ളിലേക്ക് താഴേക്ക് പോകുന്ന വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ താഴേക്ക് പോകുക അല്ലേ? ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്സ്, ഈ ലെയറുകളുടെ പാളികളുടെ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അവയുടെ ഘടനയും അനുബന്ധ പുരാവസ്തുക്കളും ഫോസിലുകളുമാണ് ഇതിനകത്ത് നിരീക്ഷിക്കുന്നത്. അതായത് അതിനകത്തുള്ള ഫോസിലുകൾ, ആർട്ടിഫാക്ട്സ് ഇതൊക്കെ എങ്ങനെയാണ് കോമ്പോസിഷൻ ചെയ്തിരിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ ഈ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി എന്നാണ് നിലവിൽ വന്നത്? സ്ട്രാറ്റിഗ്രാഫി എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1830 സർ ചാൾസ് ലീലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർ ചാൾസ് ലീലാണ് 1830 ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടെയാണ് ജിയോളജിയിലെ സ്ട്രാറ്റിഗ്രാഫി എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ആര്? ഈ ചാൾസ് ലിയർ. അദ്ദേഹത്തിന്റെ ബുക്ക് ഉണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ജിയോളജിയിലേക്ക് ഈ സ്ട്രാറ്റിഗ്രാഫി എന്ന കോൺസെപ്റ്റ് വരുന്നത്. ദെൻ ജിയോളജിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഫോംഡ് ബൈ എ cyclic process of deposition or denudation, the evolution of land or submergence beneath sea. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂമിശാസ്ത്രപരമായിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിക്ഷേപം അല്ലെങ്കിൽ നിരാകരണം. എന്താണ്? ഡെപ്പോസിഷൻസ് അല്ലെങ്കിൽ ഡെൻഡേഷൻസ്. ഈ ഡെപ്പോസിഷൻസിലൂടെ കരയുടെ പരിണാമം അല്ലെങ്കിൽ കടലിന് താഴെയുള്ള മുങ്ങൽ എന്നിവയുടെ ഒരു ചാക്രിക പ്രക്രിയമാണ്. അതായത് കടലിന്റെ പരിണാമമായിട്ട് കടല് പരിണമിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്താണ് കടലിന് താഴെയുള്ള മുങ്ങൽ എന്നാണ്, അല്ലെങ്കിൽ കരയുടെ പരിണാമം എന്നൊക്കെയാണ് ഈ ജിയോളജിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് ഓഫ് ഫോർമേഷൻ. ഈ നമ്മുടെ ഈ സ്ട്രാറ്റിഗ്രാഫിയുടെ ഫോർമേഷന്റെ പ്രക്രിയ അല്ലെങ്കിൽ രൂപീകരണ പ്രക്രിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോർമേഷൻ ഓഫ് സ്ട്രാറ്റിഗ്രാഫി ഈസ് എ റിസൾട്ട് ഓഫ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ജിയോളജിക്കൽ ഡെപ്പോസിറ്റ് പ്രോസസ്സസ്. എന്താണ് സ്ട്രാറ്റിഗ്രാഫിയുടെ രൂപീകരണം എന്ന് പറയുന്നത്? മനുഷ്യന്റെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഡെപ്പോസിറ്റുകളുടെ അല്ലെങ്കിൽ നിക്ഷേപങ്ങളുടെ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഈ പ്രോസസ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ? രൂപീകരണ പ്രക്രിയയുടെ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നോൺ നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത പ്രോസസ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയും. നോൺ നാച്ചുറൽ അതിനെന്താണ്? ഹ്യൂമൻ ബിഹേവിയറൽ ആക്ടിവിറ്റീസ് കാരണമാണ് അവിടെ രൂപീകരണം ഉണ്ടാകുന്നത്. അതായത് മനുഷ്യ പെരുമാറ്റ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന
ഫാക്ടർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ട്രാറ്റിഗ്രാഫീസിനെയാണ് നോൺ നാച്ചുറൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ അല്ലാത്ത പ്രോസസ്സ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് ഫാക്ടർ ആണ് എന്താ നാച്ചുറൽ പ്രോസസ്സ്. നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സ്വാഭാവിക പ്രക്രിയ എന്ന് നമ്മൾ പറയും. ഭൂമിശാസ്ത്രപരമായ പരിവർത്തന പ്രക്രിയ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് സ്ട്രാറ്റിഗ്രാഫിയുടെ പ്രോസസ്, ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ജിയോളജിക്കൽ സ്ട്രാറ്റിഗ്രാഫിയെ പഠിക്കാനുണ്ട്. ജിയോളജിക്കൽ സ്ട്രാറ്റിഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താ ഈ സ്ട്രാറ്റിഗ്രാഫിയെ തിരിച്ചറിയുന്നതിന് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനുമായിട്ട് ചില അടിസ്ഥാന നിയമങ്ങൾ, കുറച്ച് ലോസിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ചില ബേസിസ് ആയിട്ടുള്ള ലോസിനെ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റിഗ്രാഫിയുടെ ലോസിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റിഗ്രാഫിയെ പഠിക്കുന്നത്. ആ ലോസ് ആണ് ഇവിടെ പറയുന്നത്. സൂപ്പർ പൊസിഷൻ ലോസ് ഓഫ് സൂപ്പർ പൊസിഷൻ, ലോസ് ഓഫ് ഒറിജിനൽ ഹോറിസോണ്ടാലിറ്റി, ലോസ് ഓഫ് ലാറ്ററൽ കണ്ടിന്യൂറ്റി, ലോസ് ഓഫ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് ലോസ് ഓഫ് ഫ്യൂണൽ സക്സഷൻ എന്ന് പറയും. സൂപ്പർ പൊസിഷൻ നിയമങ്ങൾ, യഥാർത്ഥ തിരശ്ചീനതയുടെ നിയമങ്ങൾ എന്ന് പറയും. ലോസ് ഓഫ് ഒറിജിനൽ ഹോറിസോണ്ടാലിറ്റിക്ക് പറയുന്നതാണ് യഥാർത്ഥ തിരശ്ചീനതയുടെ നിയമങ്ങൾ. ദെൻ തേർഡ് വൺ ലോസ് ഓഫ് ലാറ്ററൽ കണ്ടിന്യൂറ്റിക്ക് പറയുന്നതാണ് ലാറ്ററൽ തുടർച്ചയുടെ നിയമങ്ങൾ എന്ന് പറയും. ലോസ് ഓഫ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പിന് പറയുന്നതാണ് ക്രോസ് കട്ടിംഗ് ബന്ധത്തിന്റെ നിയമങ്ങൾ. ദെൻ ഫിഫ്ത്ത് വൺ ആണ് ലോസ് ഓഫ് ഫ്യൂണൽ സക്സഷൻ, അതിനാണ് ജന്തുക്കളുടെ പിന്തുടർച്ചാ നിയമങ്ങൾ എന്ന് പറയും. ഇതാണ് സ്ട്രാറ്റിഗ്രാഫിയുടെ ലോസ്. സ്ട്രാറ്റിഗ്രാഫിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പഠിച്ച് എഴുതേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നതാണ് ടൈപ്പോളജി എന്ന് പറയും. ടൈപ്പോളജി മലയാളത്തിലും ടൈപ്പോളജി എന്ന് തന്നെയാണ്. ടൈപ്സിനെ കുറിച്ചുള്ള പഠനമാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ടൈപ്പോളജി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ടൈപ്പോളജി ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ ആർക്കിയോളജി ടു ഓർഗനൈസ് ആർട്ടിഫാക്ട്സ് ഇൻടു ടൈപ്സ് ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഫോം, സ്റ്റൈൽ, ഡെക്കറേഷൻ ഓർ ഫങ്ഷൻസ്. അതായത് നമുക്ക് ലഭിക്കുന്ന ആർട്ടിഫാക്റ്റുകളുണ്ട്. ഈ ആർട്ടിഫാക്റ്റുകളുടെ പ്രത്യേകതകൾ അനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ധാതുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്, അതിനകത്തുള്ള ഘടന എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കിയിട്ട് നമ്മുടെ ഈ ആർട്ടിഫാക്റ്റുകളെ പലതരമായിട്ട് തിരിക്കുന്നതിനെയാണ് ടൈപ്പോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ടൈപ്പോളജിയെ എന്താണ് ടൈപ്പോളജിക്കൽ വിശകലനം പുരാവസ്തു ഗവേഷകരെ അപേക്ഷിക കാലഗണനകൾ സ്ഥാപിക്കുവാനും കാലക്രമേണ ഭൗതിക സംസ്കാരത്തിന്റെ വികസനവും പരിണാമവും മനസ്സിലാക്കുവാനും സഹായിക്കുന്നുണ്ട്. ടൈപ്പോളജി തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റൈലിസ്റ്റിക് അനാലിസിസ് നടത്തുന്നുണ്ട്, കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫങ്ഷണൽ ടൈപ്പോളജി. ഇതിലൂടെയാണ് ടൈപ്പോളജിയെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ആർട്ടിഫാക്റ്റുകളെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്ത് ടൈപ്പുകളായിട്ട് തിരിക്കുന്നതെന്ന് പറയുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ടൈപ്പോളജി എന്ന്. ഒന്നുമില്ല, ആർട്ടിഫാക്റ്റുകളെ പല ടൈപ്പുകളായിട്ട് തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് പോളൻ അനാലിസിസ് അല്ലെങ്കിൽ പോളൻ വിശകലനം എന്ന് പറയുന്നത്. പോളൻ അനാലിസിസ് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാലിനോളജി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പുരാവസ്തു ശാസ്ത്രം. ഇറ്റ് ഈസ് എ ഡേറ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ആർക്കിയോളജി, പാലന്റോളജി ആൻഡ് പാലിയോക്കോളജി ടു റീകൺസ്ട്രക്ട് പാസ്റ്റ് എൻവയോൺമെന്റ്സ് ആൻഡ് ലാൻഡ്സ്കേപ്സ്. പാസ്റ്റ് എൻവയോൺമെന്റിനെ കുറിച്ചും, അതായത് മുൻകാല പരിസ്ഥിതികളും പ്രകൃതി ദൃശ്യങ്ങളും പുനർനിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റിംഗ് രീതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പോളൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പുരാതന കാലഘട്ടത്തിലെ എൻവയോൺമെന്റ്സിനെ കുറിച്ചും ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും അത് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് പഠിക്കുന്നതിനെ കുറിച്ച് വേണ്ടിയിട്ടാണ് പോളൻ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ആണ് ജിയോക്രോണോളജി. ജിയോക്രോണോളജി നമ്മൾ നോക്കുമ്പോൾ ജിയോക്രോണോളജി ഈസ് ദ സയൻസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഏജസ് ഓഫ് റോക്സ്. എന്താണ്? റോക്കുകളുടെ ഏജ് അല്ലെങ്കിൽ ശിലകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവയുടെ പ്രായം, ശിലകളുടെ പ്രായം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഈ ജിയോക്രോണോളജിയാണ് നമ്മൾ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിഷ്യലി നമ്മൾ എന്താണ് ജിയോക്രോണോളജിയാണ് യൂസ് ചെയ്യുന്നത്.
ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങൾ, പരിണാമ പ്രക്രിയകൾ, മനുഷ്യ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭൗമശാസ്ത്രത്തിലും അല്ലെങ്കിൽ ജിയോളജിയിലും ആർക്കിയോളജിയിലും ഉള്ള നിർണായകമായ ഒരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് ജിയോ ആർക്കിയോളജി എന്ന് പറയുന്നത്. ജിയോളജിയിലും ആർക്കിയോളജിയിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഫോസിലുകളുടെയും റോക്കുകളുടെയും ഒക്കെ ഏജ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി, കാലപ്പഴക്കം അല്ലെങ്കിൽ അവരുടെ പ്രായം നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ജിയോ ക്രോണോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫ്ലൂറിൻ മെത്തേഡ്. ഫ്ലൂറിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലൂറിൻ രീതി തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡേറ്റിംഗ് മെത്തേഡ് ഉണ്ടായിരുന്നു. ഡേറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അസ്ഥികളുടെ ഡേറ്റിംഗ് മെത്തേഡ്, ബോൺസ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയും. അതായത് പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്തുന്ന അസ്ഥികളെ 3 തരത്തിലായിട്ട് തിരിക്കുന്നുണ്ട്. അത് 4 തരത്തിലായിട്ട്. അമിനോ ആസിഡ് രീതി, ഫ്ലൂറിൻ അമിനോ ആസിഡ് മെത്തേഡ്, ഫ്ലൂറിൻ മെത്തേഡ്, നൈട്രജൻ മെത്തേഡ്, ദെൻ ഇലക്ട്രോൺ സ്പിൻ ട്രൈസൻസ് ESR, അങ്ങനെ 3 തരത്തിലായിട്ട് തിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ അടുത്തതാണ് ഫ്ലൂറിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്ലൂറിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലൂറിൻ ഡേറ്റിംഗ്, അതായത് ഈ ബോൺസിന്റെ ഡേറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ഫ്ലൂറിൻ മെത്തേഡ് ഒക്കെ പറയുന്നത്. ഫ്ലൂറിൻ മെത്തേഡ് എന്താണ്? The fluorine dating method is a relative dating techniques used in archaeology to compare the relative ages of fossils and artifacts based on the accumulation of fluorine in buried bones and teeth. എന്താണ്? കുഴിച്ചിട്ടിട്ടുള്ള എല്ലുകൾ, അതായത് മണ്ണിനടിയിലുള്ള എല്ലുകളെയും പല്ലുകളെയും ഫ്ലൂറിൻ്റെ അതിനകത്ത് അടിഞ്ഞിരിക്കുന്ന ഫ്ലൂറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫോസിലുകളുടെയും പുരാവസ്തുക്കളുടെയും ആപേക്ഷിക പ്രായത്തെ, അതിന് ഏറെക്കുറെ എത്ര പ്രായമുണ്ട് എന്ന് നിർണ്ണയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ രീതി. അതായത് നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ട് കൂടത്തായി ഒരു കൊലപാതകം, കൂടത്തായി ജോളി ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം ഈ ജോളി ഒരു, ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഒരു നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഒരു 6 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു 4-5 കൊലപാതകങ്ങൾ നടത്തിയത് അല്ലേ? എന്നിട്ട് എന്താണ്, ഇവരുടെ മൃതസംസ്കാരങ്ങളൊക്കെ 6 വർഷത്തിനിടയിൽ നടന്നു. പിന്നീടാണ് ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നത്. ഇവർ പോലും അറിയാതെ രൂപതയിൽ നിന്നൊക്കെ അനുമതി നേടിയിട്ട് എന്താണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് വീണ്ടും എന്ത് ചെയ്തു, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അങ്ങനെ ഈ ഫ്ലൂറിൻ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലുകളിൽ സൈനൈഡിൻ്റെ അംശം, സൈനൈഡ് ജോളി എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ, നമ്മുടെ സൈനൈഡിൻ്റെ അംശം കണ്ടെത്തുകയും അങ്ങനെയാണ് ഈ കൊലപാതകം വീണ്ടും തെളിയിക്കുകയൊക്കെ ഉണ്ടായത്. അപ്പം ഈ മെത്തേഡുകളൊക്കെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലുകളിലെയും പല്ലുകളിലെയും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫോസിലുകളുടെ ഫ്ലൂറിൻ അടിഞ്ഞുകൂടുന്നുണ്ട്. അതിനകത്തുള്ള ഫോസിലുകളിലെ പുരാവസ്തുക്കളെയും ആപേക്ഷിക പ്രായത്തെ താരതമ്യം, അതിന് എത്ര പ്രായമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന എല്ലുകളും പല്ലുകളും കാലക്രമേണ ചുറ്റുമുള്ള മണ്ണിൽ നിന്നും ഭൂഗർഭ ജലത്തിൽ നിന്നും ഫ്ലൂറിൻ ആഗിരണം ചെയ്യുന്നു എന്നതാണ് ഫ്ലൂറിൻ ഡേറ്റിംഗ് മെത്തേഡിൻ്റെ പുറകിലുള്ള തത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫ്ലൂറിൻ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് നൈട്രജൻ മെത്തേഡ്. നൈട്രജൻ മെത്തേഡ് എന്ന് നമ്മൾ പറയുമ്പോൾ നൈട്രജൻ മെത്തേഡ്, ബോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ്. എന്താണ് ബോൺസ് നിർമ്മിക്കപ്പെടുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ബോൺസ് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഫാറ്റ് ആൻഡ് ബോൺ പ്രോട്ടീൻ ഓർ കോളീജൻ, അസ്ഥി, പ്രോട്ടീൻ അല്ലെങ്കിൽ കൊളീജൻ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അസ്ഥി, ബോൺസ്, എല്ലുകൾ, അസ്ഥികൾ കാൽസ്യം ഫോസ്ഫേറ്റ്, കൊഴുപ്പ്, അസ്ഥി പ്രോട്ടീൻ അല്ലെങ്കിൽ കൊളാജിൻ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദെൻ മരണശേഷം എന്ത് സംഭവിക്കും? കൊളാജിൻ ഒരു ഏകീകൃത നിരക്കിൽ ക്ഷയിക്കും. അതായത് ഒരു യൂണിഫോം റേറ്റിൽ എന്ത് ചെയ്യും? ഈ കൊളാജിൻ എന്ത് ചെയ്യും? ദ്രവിക്കും. കൊളാജിൻ ദ്രവിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഏകീകൃത രീതിയിൽ അല്ലെങ്കിൽ ഒരു മലയാളം പറയാൻ ഭയങ്കര പാടാണ്. യൂണിഫോം റേറ്റിൽ എന്ത് ചെയ്യുന്നു? ഈ കൊളാജിൻ ക്ഷയിക്കും അല്ലെങ്കിൽ അതിന് നാശം സംഭവിക്കും. നൈട്രജനായി മാറുകയും ചെയ്യും. ഈ കൊളാജിൻ പിന്നീട് നൈട്രജനായി മാറും.
ഫ്ലൂറിൻ രീതി പോലെ നൈട്രജന്റെ സാന്നിധ്യത്തിന്റെ അളവ് അളക്കുകയും അതനുസരിച്ച് തീയതി നിശ്ചയിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് അതായത് ഫ്ലൂറിൻ മെത്തേഡ് പോലെ തന്നെ ദ എമൗണ്ട് ഓഫ് പ്രസൻസ് ഓഫ് നൈട്രജൻ ഈസ് മെഷേർഡ് ആൻഡ് ഡേറ്റഡ് അക്കോർഡിംഗ്ലി. ഇതിനകത്ത് നൈട്രജന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് അതിന് അനുസരിച്ച് എന്താണ് ഡേറ്റിംഗ് മെഷർ ചെയ്യുന്നു. എത്ര കാലപ്പഴക്കമുണ്ട് ഈ എല്ലിന് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. മണ്ണിന്റെ ഭൗതികയും രാസപരവും മായിട്ടുള്ള ഘടനയെ ആശ്രയിച്ചാണ് അഴുകൽ നിരക്ക് അല്ലെങ്കിൽ ഇതിനെ ഈ കോമ്പോസിഷൻ സംഭവിക്കുന്നത്. മണ്ണിന്റെ ഘടന അനുസരിച്ചാണ് ഈ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻസ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് എന്ത് നൈട്രജൻ മെത്തേഡ്. നെക്സ്റ്റ് ആണ് സീരിയേഷൻ. സീരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് നോക്കാം. സീരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ആർക്കിയോളജി ടു അറേഞ്ച് ആർട്ടിഫാക്ട്സ്, ഫീച്ചേഴ്സ് ഓർ സൈറ്റ്സ് ഇൻ ടു എ ക്രോണോളജിക്കൽ സീക്വൻസ് ബേസ്ഡ് ഓൺ ദ സ്റ്റൈലിസ്റ്റിക്, ടൈപ്പോളജിക്കൽ ആൻഡ് സ്റ്റാറ്റിഗ്രാഫിക് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. എന്താണ് ഈ നമ്മുടെ ഡേറ്റിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ആർട്ടിഫാക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ആർട്ടിഫാക്റ്റുകളെയും അതിൻ്റെ ഫീച്ചേഴ്സിനെയൊക്കെ കാലഗണനയ്ക്കനുസരിച്ച് ക്രോണോളജിക്കൽ സീക്വൻസിനെ ബേസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, സീരിയേഷൻ നടന്നത് അല്ലെങ്കിൽ അതിനെ തരംതിരിച്ച് വെക്കുന്നതിനെയാണ് സീരിയേഷൻ എന്നുകൊണ്ട് പറയുന്നത്. It is broadly divided into two categories. എന്താണ് ഈ സീരിയേഷൻ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെ തരത്തിലാണുള്ളത്? ഒന്ന് സ്റ്റൈലിസ്റ്റിക് സീരിയേഷനും ദെൻ ഫ്രീക്വൻസി സീരിയേഷനും. ഒന്ന് സ്റ്റൈലിസ്റ്റിക് സീരിയേഷനും അടുത്തത് എന്താണ് ഫ്രീക്വൻസി സീരിയേഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് വൺ ആണ് വേർവ് അനാലിസിസ്. വേർവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. സ്ട്രീംസ് ഫ്ലോസ് ഇൻറ്റു സ്റ്റിൽ വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്ക് commonly create silt deposit in summer and clay deposit in winter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തടാകം ഇല്ലേ, സ്ട്രീംസ്, തടാകം പോലെയുള്ള നിശ്ചല ജലാശയങ്ങളിലേക്ക് ഒഴുകുന്ന തോടുകൾ സാധാരണമായിട്ട് വേനൽക്കാലത്ത് ചെളി നിക്ഷേപവും ശൈത്യകാലത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്ത് സമ്മർ പീരീഡിൽ ശൈത്യകാലത്ത് കളിമണ്ണും ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഈ വേർവ് അനാലിസിസ് ഈസ് എ ഡേറ്റിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ ജിയോളജി ആൻഡ് ആർക്കിയോളജി ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ്. ഈ സെഡിമെന്ററി ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ അവശിഷ്ട നിക്ഷേപങ്ങൾ എന്നൊക്കെ പറയും. സെഡിമെന്ററി അതായത് നമ്മുടെ ഈ വേസ്റ്റുകളുടെ നിക്ഷേപങ്ങൾ വരുമല്ലോ, അതായത് വീണ്ടും ഈ വേസ്റ്റ് അടിഞ്ഞുകൂടി നിക്ഷേപം ആകുന്നുണ്ട് ഇവിടെ നമ്മുടെ തോടുകളിലും തടാകങ്ങളിലും ഒക്കെ. പർട്ടിക്കുലർലി ദോസ് ഫോംഡ് ഇൻ ഗ്ലേസിയൽ ഓർ ലാസ്ട്രീൻ എൻവയോൺമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. വേർവ് പരിശീലനം എന്നത് അവശിഷ്ട നിക്ഷേപങ്ങളുടെ പ്രായം, പ്രത്യേകിച്ച് ഗ്ലേഷ്യൽ അല്ലെങ്കിൽ ലാക്വിസ്ട്രൈൻ പരിതസ്ഥിതികളിൽ രൂപം കൊള്ളുന്നു. തടാകങ്ങൾ അല്ലെങ്കിൽ ഗ്ലേഷ്യൽ മൈൽവാട്ടർ സ്ട്രീമുകൾ പോലെയുള്ള ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്ന അവശിഷ്ടത്തിന്റെ വാർഷിക പാളികളാണ് എന്തെന്ന് പറയുന്നത്? വാർവുകൾ എന്ന് പറയുന്നത്. ഈ വാർവുകൾ എന്ന് പറയുന്നത് അത് ഇയർലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റുകളുടെ ഒരു പാളികൾക്കാണ് എന്തെന്ന് പറയുന്നത്? വാർവുകൾ എന്ന് പറയുന്നത്. സെഡിമെന്റ് ഇൻപുട്ടിലെ കാലാനുസൃതമായ വ്യതിയാനങ്ങൾ കാരണം ഈ പാളികൾ വർഷം തോറും രൂപം കൊള്ളുന്നു. ഈ സെഡിമെന്റ് ആയിട്ടുള്ള ഇൻപുട്ടുകളുടെ കാലാനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഓരോ കാലപ്പഴക്കത്തിനനുസരിച്ച് ഇതിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പാളികൾ വർഷം തോറും രൂപം കൊള്ളുന്നുണ്ട്. ഇത് പലപ്പോഴും മഴയിലോ താപനിലയിലോ ഗ്ലേഷ്യൽ പ്രവർത്തനത്തിലോ ഉള്ള മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഗ്ലേഷ്യൽ ആക്ടിവിറ്റിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ വാർവ് അനാലിസിസിലൂടെ. ഓക്കെ, ഇതിനെയാണ് എന്താ പറയുന്നത്? വാർവ് അനാലിസിസ്. അതായത് വാട്ടർ ബോഡീസിന്റെ അണ്ടറിൽ വരുന്ന ഈ സെഡിമെന്റ് ഡെപ്പോസിറ്റ്സുകളെ കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ ഡേറ്റിംഗ് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റിംഗ് മെത്തേഡ്സിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഏതാണ്?
റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡിന്റെ 8 ടൈപ്സ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആബ്സല്യൂട്ട് റേറ്റിംഗ് മെത്തേഡ്സിന്റെ 8 ടൈപ്പുകൾ പഠിക്കും. ഓക്കെ, എല്ലാവരും വേഗം തന്നെ പഠിച്ചോളൂ കേട്ടോ. താങ്ക് യു.